കൃത്യമായി പറഞ്ഞാൽ 14 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ അപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഹാപ്പിയായി വീട്ടമ്മ ഞാനായിരുന്നു. ആഘോഷങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്ക്. മയക്കത്തിൽ ഞാൻ സിറിയുടെ മേലോർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇവനൊക്കെ ഇങ്ങനെ തന്നെ വേണം. ആണുങ്ങളുടെ ചെത്തി കളഞ്ഞിട്ട് വേണം പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ. അതെന്ത് ജീവിതം? ആ ആഷിക്കപ്പനൊന്ന് കാണണ്ടേ? ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അടുത്ത ഖത്തറിൽ നിന്നെ ഞാൻ മുറിക്കൂടാ. കോട്ടയത്തൊരു നസ്രാണി വീട്ടിൽ ജനിച്ച് ഇപ്പോൾ കാനഡയോ അമേരിക്കയോ സ്വപ്നം കണ്ട് ബാംഗ്ലൂർ നഴ്സായി ജോലി ചെയ്യുന്ന ടെസാ കെ എബ്രഹാം എന്ന 22കാരുടെ പ്രണയം, പ്രണയനഷ്ടം, പ്രതികാരം എന്നീ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് ആഷിക് കപൂറിന്റെ 22 ഫീമെയിൽ കോട്ടയം. ഇത് മലയാളത്തിലെ അപൂർവം ഫെമിനിസ്റ്റ് സിനിമകളിൽ ഒന്നാണ്. മാറ്റത്തിന്റെ പുതിയ ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ വസ്തു ടെസമാരുടെ പെൺശരീരമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന സിറിൽമാരുടെ ക്രൂരതയ്ക്ക് പെൺകുട്ടികൾ തന്നെ പ്രതികരിച്ചാലുണ്ടാവുന്ന ഞെട്ടിപ്പിക്കുന്ന വെള്ളിത്തിര കാഴ്ചയാണ് ഈ സിനിമ. 1000 അഭിവാദ്യങ്ങൾ. വെൽ ഡൺ കോമ്രേഡ്. അവസരവാദി എൽപി തിയേറ്ററിൽ ഇങ്ങനെയൊന്നല്ലോ പറഞ്ഞു. ആഷിക് മാരസിന്റെ ജൂനിയർ ആയിരുന്നു ഈ പാവം. എന്റെ പൊന്നു ദൈവമേ, ഈ തേങ്ങക്കകത്ത് വെള്ളം നിറയ്ക്കുന്ന നേരത്ത് ആ ഡാമിൽ വെള്ളം നിറച്ചിരുന്നെങ്കിൽ കറണ്ട് കട്ടെങ്കിലും ഒഴിവാക്കി കിട്ടിയ. കഞ്ചാവിന്റെ സ്മെല്ല് കുറച്ച് ദിവസമായി ഈ നേരത്ത്. നീ ആ ചിന്തയെ പറ്റണോ? ന്യൂ ജനറേഷനാ, ചിലപ്പോ ഈ പ്രായത്തിലേ തുടങ്ങും. തമാശക്കളാ, വാ പോയി നോക്കാം. വാങ്ങ എൽപി, എനിക്കേതോ ഡൗട്ടാ ഇருக்கு. ഇവിടെ നല്ല കഞ്ചാവിന്റെ മണം ഉണ്ടല്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു കഞ്ചാവ് ബോധം ഇല്ലെന്നേ. നമ്മൾ ഹൈ റേഞ്ച് കൃഷി ചെയ്യുന്ന നീലച്ചടയെ മുഴുവൻ ഇപ്പൊ തൂത്തുക്കുടി വഴി യൂറോപ്പിലൊക്കെ അല്ലേ പോകുന്നത്. ഇവിടെ കിട്ടുന്ന വെറും ഛത്തീസ്ഗഡ് പുല്ല്, ജിഗർദണ്ഡ. കഞ്ചാവ് പോയിട്ട് ഇവിടെ ഒരു കുറ്റിവീട് പോലും ഇല്ല. എനിക്ക് ആ സ്മെല്ല് കിട്ടിയതല്ലേ, അപ്പുറത്തൊന്ന് പോയി നോക്കിയേ. അവിടെ ഒരു കുന്തമില്ല. സത്യം പറ, നീ എപ്പോഴെങ്കിലും കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കഞ്ചാവിന്റെ മണമാണെന്ന് കഞ്ചാവ് വലിക്കാതെ നിനക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി? ഇത് വലിച്ചു വട്ടായ ഒരു ചേട്ടൻ അനിയത്തിയാ ഞാനും അപ്പം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മണം. ഓ, ഉസ്താദ് കഞ്ചൻ വിനോദ് എന്റെ അളിയനാണെന്നുള്ള കാര്യം ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ മറന്നുപോയി. അതേ ഇപ്പൊ എവിടെയുണ്ട്? ഹരിദ്വാറിലോ അതോ കാശിയിലോ? ഇപ്പൊ എന്ത് ലെക്ചർ അടിച്ചാലും ശരി, ഇവിടെ ആരോ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്. ആ ഷീമേടത്തിന്റെ മോനെ എനിക്ക് നല്ല സംശയമുണ്ട്. ആര്യനോ? അവനൊരു പാവം ചെറുക്കനല്ലേ, ഒരു അധ്യാപകന്റെ മകൻ. അവൻ ഒരിക്കലും തെറ്റിയല്ല. നീ വന്നാൽ എനിക്ക് രാവിലെ അമ്മച്ചെടുത്ത് പോകണല്ലോ. நான் எது சொன்னாலும் நம்பவே மாட்டேன்றீங்க. ഈ തമിഴ് പ്രവർത്തകരെന്ന് എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു തടവ ചൊന്ന 100 തടവ ചൊന്ന മാതിരി ഒരു ഇതാ. വാസുകി ചേച്ചിയുടെ സെന്റിന്റെ മണം. അത് സെന്റ് അല്ലടാ, കസ്തൂരിയാ. ഇതാ മോളെ, അമ്മച്ചിക്കും മകനെയും പേരുകുട്ടിയും കണ്ടാൽ മതിയല്ലോ. മരുമോൾ ഇപ്പോഴും പടിക്ക് പുറത്തല്ലേ. ഇന്നലത്തെ മരുമോൾ ഇന്നത്തെ അമ്മായിയമ്മ, ഇന്നത്തെ മരുമോൾ നാളത്തെ അമ്മായിയമ്മ. നിങ്ങൾ തമ്മിലുള്ള വർഗയുദ്ധത്തിന്റെ ചരിത്രം കൂടിയാണ് നമ്മുടെ ലോക ചരിത്രം. യുദ്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ബാഗിൽ ഞാൻ ഉണ്ടാക്കിയ കേക്കാ, അമ്മച്ചിക്കുള്ളതാ. കഴിച്ചില്ലെങ്കിൽ കളഞ്ഞേര്. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കഴിപ്പിക്കില്ലേ. ചെന്നിട്ട് വിളിക്കാം. ചേച്ചി ജാക്കറ്റ് சேலந்தா கொடுங்க, நான் அயன் பண்ணி தரேன். നോക്കട്ടെ. ചേച്ചി, ഞാനും ആര്യനൊന്ന് ഗോവയ്ക്ക് പോവാ. ഫിലിം ഫെസ്റ്റിവലാണ്. വൈകിട്ടാ ട്രെയിൻ. ഗോവയിൽ നല്ല ലിക്കർ കിട്ടും. തിരിച്ചു വരുമ്പോ ഒരു കുപ്പി ഫെനി ഉണ്ടെന്നാ വക്കീലിന് കൊടുക്കും. നീ പോടാ ചക്ക, നിന്റെ ചേച്ചി കനിക്ക് കൊണ്ടുപോയി കൊടുക്ക്. അവന്റെ ഒരു ഫെനി. ഇത് ഡൂബയിലെ കനിമോഹന്റെ അനിയൻ സുധീർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. അന്നാണ്, ആ ദിവസമാണ് ഞാനല്ലാതായത്.
തോന്നിയ ദിവസം കാണിക്കുന്നോ? ഒരു കിരീടം ക്ഷേമെടുത്തെന്ന് കാണട്ടെ. അവര് തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോയി. ഇനി നാളെ വരൂ. ഞാൻ പോയില്ല. എനിക്കൊരമ്പലത്തിലും പോകണ്ട. എന്റെ ദേവി ഇവിടെ അല്ലേ, എനിക്കിത് മതി. ചേച്ചി, വാസുകി എന്ന് പറഞ്ഞ എന്താ മീനിങ്? പാമ്പെന്നാണോ? സർപ്പദേവത. അതാണല്ലേ ചേച്ചിക്ക് ഈ ബ്യൂട്ടി. റിയൽ സർപ്പന്റ് ക്വീൻ, ഫെം ഫെറ്റാൽ. ചേച്ചി ഏത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നത്? പാട്രയാണോ? ക്ലിയോ പാട്ര? മുമ്പിന്ന് മാറ്. ചേച്ചി, ഞാൻ വെറുതെ കൊഞ്ചാൻ വന്നിരിക്കുന്നു. നിന്റെ അമ്മ ഇങ്ങോട്ടൊന്ന് വരട്ടെ. ഇങ്ങനെയാണോ മോനെ വളർത്തുന്നതെന്നൊന്ന് അറിയണോ? ആ തള്ളയല്ല എൻ്റെ അമ്മ. അവരെൻ്റെ അച്ഛൻ്റെ സെക്കൻഡ് വൈഫ് അല്ലേ. ഞങ്ങൾക്കൊന്നും അമ്മമാരില്ലേ ചേച്ചി. നീ എന്തിനാ വാതിലടച്ച്? തുറക്ക്. ഞങ്ങളിന്ന് ഗോവയ്ക്ക് പോലെ ഇനി 1 മാസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. ആ 1 മാസം ഞങ്ങൾക്ക് ബോറടിക്കാതെ ഓർക്കാൻ ചേച്ചിയുടെ കുറച്ച് ഹോട്ട് ആൻഡ് സ്വീറ്റ് മെമ്മറീസ് വേണം. சேச்சி, மண்ணு திங்கிற உடம்பு மனுஷங்க நாங்க தின்ன தப்பே கிடையாது. இந்த விஷயமெல்லாம் கெட்ட கனவை நினைச்சு மறந்துருங்க. என்னை மன்னிச்சிருங்க. எங்கடி ஓடிங்க வா.
പേടിക്കണ്ട, ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. 5 വീട്ടമ്മമാരാ, ചേച്ചിയും കൂടെ ആവുമ്പോ 6 ആവും. ഇതുണ്ടോ, ഒച്ച വെച്ച ആളെ കൂട്ടിയ ചേച്ചി നാളെ ഇന്റർനെറ്റിൽ സൂപ്പർ സ്റ്റാർ ആക്കും. പെൻ ക്യാമറയാണ്. പിടയ്ക്കാണ്ട് കിടക്ക് ചേച്ചി. തറവാടിനേക്കാളും വലുതാണോടെ നിങ്ങളുടെ ഫ്ലാറ്റ്? ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആകാശ ജയിലല്ലേ. വല്ല അപകടവും പറ്റിയാ ഓടി രക്ഷപ്പെടാൻ ഒറ്റ വാതിലല്ലേ ഉള്ളൂ. അങ്ങനെ അപകടമൊന്നും പറ്റിയല്ല. കേക്ക് എങ്ങനെയുണ്ട് വല്യമ്മച്ചി? മധുരം പാകത്തിന്. കൊച്ചിയിലെ മീനാ ജേക്കബിന്റെ കേക്കല്ലേ, മോശം വരില്ല. സത്യം അറിയുമ്പോ അമ്മച്ചി പറഞ്ഞതങ്ങ് വിഴുങ്ങരുത്. പായലിരിക്കുന്നത് മരുമോളുണ്ടാക്കിയ കേക്കാ. ആ പട്ടത്തിയുടെ ഒരു കേക്ക്. ആദ്യ പാവം ചെയ്ത ഹവ്വയോട് അമ്മച്ച് പൊറുത്താലും പട്ടത്തിയോട് എന്നായാലും പൊറുക്കേല. ഹവ്വ എന്നാ തെറ്റിയെന്നായി പറയുന്നേ? ഒരു പഴം തിന്നാണോ എത്ര വലിയ തെറ്റ്? അച്ചായ, നിങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയാൻ ഇന്നലെയും കൂടി മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആളാ അമ്മച്ചി. ഞങ്ങൾ തമ്മിൽ പിരിയാൻ വേണ്ടി വെറുതെ മുട്ടുകുത്തി കാലിലെ ചിരട്ട തേക്കണ്ട. വിവേകം വൃദ്ധരുടെ തലയിലെ കിരീടമാണെന്നാ ബൈബിളിൽ പറയുന്നത്. അതെങ്ങനെ? ബൈബിൾ ചുമ്മാ അലങ്കാരത്തിന് ഒന്നും നടക്കത്തല്ലേ ഉള്ളൂ, തുറന്നു നോക്കത്തില്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരാത്തത്. ബോധം തെളിഞ്ഞപ്പോഴാ അവരെന്നെ കൊന്നിട്ടില്ല എന്ന് മനസ്സിലായത്. തുപ്പലും വിയർപ്പും ചോരയും വീണ ഒരഴുക്കു കുപ്പയായിപ്പോയി ശരീരം. എത്ര കുളിച്ചാലും ഇനി ശുദ്ധിയാവില്ല. ഉറക്കെ ഒന്ന് കരയാൻ പോലും എനിക്ക് ലജ്ജ തോന്നി മാഡം. ലൂയിസും മോളും മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ മരിക്കണമെന്ന് എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ ഞാൻ ചിന്തിച്ചു,
ഞാൻ മരിച്ചാൽ രക്ഷപ്പെടുന്നത് ആ നായ്ക്കള, പകരം ശിക്ഷിക്കപ്പെടുന്നതും ലോകം പരിഹസിക്കുന്നതും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകളെ ലൂയിസിനെ ആയിരിക്കും. ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു, ആത്മഹത്യ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, ജീവിക്കണം. ഇനി എൻ്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പച്ചഭസ്മം, ആര്യൻ, സുദീപ് അവറ്റകളാണ് മരിക്കേണ്ടത്. ലൂയിസും മോളും മടങ്ങി വന്നപ്പോഴേക്കും മറ്റൊരു വാസുകിയായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. റൂം കിട്ടിയോടാ? ഓക്കെ ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ വാസുകിയൊന്നും ബാത്റൂമിൽ വീണു. നോ ബട്ട് ഷീസ് ഫൈൻ, ഫ്രാക്ചർ ഒന്നുമില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ, ടേക്ക് കെയർ. ഈ ചെക്കൻ ഭയങ്കര ഹ്യൂമറസാ. കഴിഞ്ഞ ദിവസം പറയാ, ഡിവോഴ്സ് കേസ് എടുക്കുന്ന ഈ വക്കീലന്മാരിൽ ഒട്ടുമിക്ക എണ്ണോ എടുക്കും ഡിവോഴ്സ് ആവുന്നു. ആവോ? ഹലോ വാസുക്ക്, എന്താ പറ്റി? എന്താണെന്ന് മിണ്ടാത്ത? മിണ്ടണോ? മാളമില്ലാത്ത മൂർഖനും തുണിയില്ലാത്ത പെണ്ണും ഒരുപോലെ വലിഞ്ഞു കയറി വന്ന് കുത്തും. എന്താ 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 എന്താ? എനിക്ക് ഓൾഡ് മലയാളം ഒന്നും മനസ്സിലാവില്ലേ. LP വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരണേ? ചക്കയോ തേങ്ങയോ? തേങ്ങയാണെങ്കിൽ എനിക്ക് രണ്ടെണ്ണം എടുത്ത് വെക്കണേ. സർപ്രൈസ്! ധാരാ വന്നിരിക്കുന്ന നോക്കി. എന്നാ പറ്റി? അത് ഇന്നലെ കുളിമുറിയിൽ പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ഉളുക്ക. അതെങ്ങനെ മെയ്സാധകം പറഞ്ഞാൽ കുളിമുറി മുഴുവൻ എണ്ണ കുളമാക്കി വെച്ചിരിക്കുകയല്ലേ? ഓ നിർത്തടാ, വയ്യാണ്ടിരുന്ന കുഞ്ഞിനോടാണോ നീ തട്ടിക്കയറുന്നേ? ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, ഞാൻ ഇവളെ കാണാൻ വന്നതാ. ആഹാ, നല്ല വീട്, നല്ല വൃത്തിയും വെടുപ്പും ഉണ്ട്. മോള് വാ, മോളെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. വാ. ചോദിച്ചോ, കഥകളിയൊക്കെ ഇനി ഒരാഴ്ച കഴിഞ്ഞ് മതി. അമ്മച്ചിയോട് മോക്ക് ദേഷ്യമൊന്നും തോന്നരുത്. വേദന ഒരുപാടുണ്ടോ? ഇവള് നസ്രാണിയല്ലെന്ന് ആരാടാ പറഞ്ഞത്? ആ പൊട്ടൊന്ന് തൂത്ത് കളഞ്ഞ ആ മുഖത്തോട്ടം നോക്കിക്കേ, നല്ല ഒന്നാം തരം തിരുവല്ലക്കാരി പെങ്കൊച്ച്. പിന്നെ പേരോടെ മാറ്റിയേക്കാം. കത്രീന കെയ്ഫ്. പേര് കൊള്ളാം, പക്ഷേ ഇവക്ക് ചേരുകയല്ല. ഞാനല്ല, ഇനി ഇവളാ പാറേ തറവാട്ടിലെ അമ്മ. 8 വർഷം വെറുതെ കളഞ്ഞു. ഞാൻ നേരത്തെ മോളെ കാണാൻ വരേണ്ടതായിരുന്നു. എടാ, ഏനക്കിടക്ക് മാറിക്കഴിയുമ്പോഴേ നീ ഇവളെയും കൂടി തറവാട്ടിലേക്ക് വന്നേക്കണം, കേട്ടോടാ പോത്താ. എന്റെ അപ്പന് പറയുന്നത് കേട്ടോ. ഓ അല്ല, ഇതെന്നാ മറിമായ്മ? അമ്മച്ചിക്ക് അവള് വല്ല കൈവേഷം തന്നു? ഞാനും ഒരു മരുമോളൊക്കെ ആയിരുന്നില്ലടാ. ഒരു പെണ്ണിന്റെ വിഷമൊക്കെ എനിക്ക് അറിയാവടാ. വെറുതെ 5-8 വർഷം കളഞ്ഞു, വാശിയും പിടിച്ച്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അയ്യോ, ഇന്നെനിക്ക് പോണവടാ. ഞാൻ ഇനിയും വരാം, ഇന്നങ്ങ് പോട്ടെ. ചായ കുടിക്കേ. എന്തെങ്കിലും അമ്മച്ചെന്നെ തേടി വരുമ്പോ ആ ദിവസം ഉത്സവമാക്കി മാറ്റണമെന്ന് കരുതിയതാ. എനിക്കൊരിക്കലും ഇനി ലൂയിസിന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല. ശുദ്ധി നഷ്ടപ്പെട്ട ഏതൊരു ഭാര്യയും ഭർത്താവ് ഉപേക്ഷിക്കും. എന്റെ മോള് പോലും എന്നെ വെറുക്കും. ഞങ്ങൾക്കിനി പിരിയാനേ പറ്റൂ. ഇതാണ് എനിക്ക് സംഭവിച്ചത്. Terrible. I can't even imagine it. വാസുകി, 10 മിനിറ്റ് മതി ഞങ്ങൾക്ക് അവന്മാരെ പൊക്കാൻ. തന്റെ കംപ്ലൈൻസ് ചാർജ് ചെയ്യാൻ പോവാ. ഇല്ല മാഡം, ഞാൻ അവരെ ഒരു നിയമത്തിനും വിട്ടുതരില്ല. ആരും അറിയാതെ 3 എനിക്ക് കൊല്ലണം, എൻ്റെ ഈ കൈ കൊണ്ട്. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാ. താൻ അവരെ എനിക്ക് വിട്ടതാ, കോടതി അവരെ ശിക്ഷിച്ചോളൂ. പത്രക്കാരുടെയും ടിവിക്കാരുടെയും മുന്നിൽ തല കുനിച്ച് നിന്ന് തരില്ല ഞാൻ. മാഡം, ഈശ്വരനാണ് അവരെ കൊണ്ട് ആ പെൻ ക്യാമറ അവിടെ മറന്നിടിക്കാൻ തോന്നിപ്പിച്ചത്. ആര്യനും സുധിപ്പോ ഇവിടെ നിന്ന് ഗോവയ്ക്ക് പോയിട്ട് 12 ദിവസം കഴിഞ്ഞു. 3ാമതൊരുത്തനുണ്ടല്ലോ, ആ തമിഴൻ തേപ്പുകാരൻ, അവനെവിടെ? അവൻ അന്ന് എന്നെ നാട്ടിലേക്ക് മുങ്ങി.
മൂന്നിനെ അവസാനിപ്പിക്കണം. അത് മാത്രമാണ് എൻ്റെ ആവശ്യം. ഇവിടെ എന്തെടുക്കുക? ആ വെറുതെ അല്ല നടുവേന മാറാത്തത്. ഇതിന് മുമ്പ് ഇങ്ങനെ കുത്തിരുന്നിട്ടാ. അത് ഞാൻ നളദമയന്തിയുടെ റെഫറൻസ് എടുക്കായിരുന്നു. ദമയന്തിയുടെ റെഫറൻസ് എടുത്തോ? ഈ പാവപ്പെട്ട നളന് കരി ബാധിച്ചിട്ട് കുറച്ച് ദിവസമായി, അതുകൂടെ ഓർമ്മ വേണം. ദേ ഇരിക്കുന്നു കരി ബാധിച്ച നളൻ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് അവസാനം ഒരു ഒറ്റയാനായി പോകും കേട്ടോ. ഹലോ ഹലോ മാഡം, ഞാൻ നാളെ വിളിക്കാം. ഓക്കെ വാസുകി. ആ സുപ്രിയ പറയൂ. നീ ഉറങ്ങിയില്ലേ? എവിടെ ഉറങ്ങാൻ, ഫോൺ താഴെ വയ്ക്കാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ. ഞാനൊരു സ്ത്രീയുടെ അവസ്ഥ കേൾക്കുകയായിരുന്നു. ചില കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യാതെ എനിക്ക് തന്നെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിയാ. പിന്നെ ചില സ്ത്രീകളുടെയൊക്കെ പരാതികൾ കേൾക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ പണ്ടേ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞെന്ന് തോന്നിപ്പോവും. ഒരിക്കലും നേരെയാവാത്ത ഇൻബോൺ ക്രിമിനൽസിനൊക്കെ കൊടുക്കേണ്ട ശിക്ഷ ജയിലൊന്നുമല്ല. എക്സ്ട്രീം ജസ്റ്റിസ് ഇസ് എക്സ്ട്രീം ഇൻജസ്റ്റിസ്. അത് മറക്കണ്ട. അതൊക്കെ വിട്, നീ കാര്യം പറ. ആ അഡ്വക്കേറ്റിന്റെ കാര്യം എന്തായി? ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ജെന്യൂൻ പേഴ്സൺ. ഓ, നമ്പർ ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ. ഇന്ന് 10,000 അടിച്ചാ നാളെ കോടികൾ അടിക്കും. നിന്റെ ലക്കി സ്ഥലടാ ഫ്ലാറ്റ്. നീ ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകണ്ട. നടക്കട്ടെ എല്ലാം ഞാൻ കൊളസാമി പുണ്യങ്ങ. 1 2 3 4 கடவுளே முருகா. சேச்சி நல்லா சந்தோஷமா தானே போயிட்டு இருக்காங்க. മാസ്റ്റർ പൊസിഷൻ ഓക്കെ അല്ലേ? ക്ഷേമത്തെ കുറച്ച് കയറി നിൽക്കും. ചേട്ടാ ഒന്ന് സൈഡിലേക്ക്. ഓക്കെ, റോബി റെഡി? എന്താ? ഓക്കെ. നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീ ദയാനന്ദൻ മാസ്റ്റർക്കാണ്. ഈ അവസരത്തിൽ മാസ്റ്റർക്ക് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം. ഞാനൊരു അധ്യാപകൻ മാത്രമല്ല, ഒരു പിതാവും കൂടിയാണ്. എൻ്റെ മകനോട് നിത്യവും പറയുന്നത് തന്നെയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. 10% അറിവും 90% അഹങ്കാരവും അതല്ല ജീവിതം. അജ്ഞതയാണ് എല്ലാ തിന്മകൾക്കും കാരണം. അറിവാണ് മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കേരളത്തിൽ വോട്ടവകാശം വേണമോ വേണ്ടയോ? വിഷയം കൊള്ളാം. കുറച്ച് പഞ്ചായത്തെങ്കിലും ബംഗാളികൾ ഭരിക്കട്ടെ. ഇനിയിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ബീഹാറി ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു ചേഞ്ച് ആരാ ഇഷ്ടപ്പെടാത്തത്? എടാ ബച്ചേ, നീ എവിടെയായിരുന്നു? இல்ல சேட்டா, எனக்கு ஆஸ்துமா. ஊர்ல நாட்டு வைத்தியரை பார்க்க போனேன். வேலைக்கு 4 மாத்திரை சாப்பிட சொன்னார்ட்டா. ഇന്ന് ഇതാണ് വാർത്ത. നമ്മുടെ പച്ചയണം തിരിച്ചു വന്നാച്ച്. നിനക്ക് എന്ത് വേണം പറ. മുല്ലപ്പെരിയാർ വേണോ, ഭൂതത്താൻകെട്ട് വേണോ? അറബിക്കടൽ വരെ ഞങ്ങൾ എഴുതരും. ഉണ്ടില്ലെങ്കിലും ഉടുപ്പ് നല്ല വടി പോലെ ഇരിക്കണം ഞങ്ങൾ മലയാളികൾക്ക്. വേണ്ട. അങ്ങനെയാണെങ്കിൽ മാഷ് മാത്രം ഇവിടെ ഉണ്ടാവും. എനിവേ കൺഗ്രാജുലേഷൻ. അസോസിയേഷന്റെ വക ഒരു സ്വീകരണമുണ്ട്, ഒരു പണക്കിഴി. ഇന്നത്തെ ന്യൂസ് അവറിൽ എന്താണെന്നറിയോ വിഷയം? അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലെ വോട്ടവകാശം തകർക്കും ഞാൻ. മാം, ഹലോ. അവനെത്തി. ആ സെക്സ് മാനിയക്കിന്റെ പേരെന്താന്നാ പറഞ്ഞേ? പച്ചുഭസ്മം. അവന്റെ ഓരോ ശ്വാസത്തിലും ചതിയുണ്ട്. ഇരയെ ചൂണ്ടിക്കാണിക്കുന്നത് അവനാ.
எடா ஆரியா இங்க வந்துட்டேன்டா. எந்த பிரச்சனையும் இல்லை. வாசு சேச்சிக்கு எந்த பிரச்சனையும் இல்லை. பட்டுனு வாடா. പോലീസുകാരിയെ പിടിക്കണമെന്നുള്ള ആഗ്രഹം എന്തായാലും നടന്നു. അവള് വരുന്നുണ്ട്. വേഗം വിട്ടോ വിട്ടോ വിനോ, വണ്ടി എടുക്ക്. അപ്പൊ നീ രോമാഞ്ചനെ വിടാനുള്ള ഉദ്ദേശമില്ല? രോമാഞ്ചനെ ഭയങ്കര മാനസിക സംഘർഷം. അപ്പൊ കുമരകം വരെ ഒന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. രാജില് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പശുവിനെ കറക്കുന്ന പോലെ കറക്കാണല്ലേ? കൊണ്ടുപോയി കറക്ക്. തിങ്കളാഴ്ച ഓഫീസ് വരണം. അപ്പൊ ഓക്കെ രോമാഞ്ച്. ഓക്കെ, ദിസ് വേ വരൂ രോമാഞ്ച്. എന്തൊക്കെയുണ്ട് ബ്രേക്കിംഗ് ന്യൂസ്? സ്റ്റാർ ടി വിന്ന് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ആര്യന്റെ അച്ഛന് ബെസ്റ്റ് ടീച്ചർ അവാർഡ്. ദാറ്റ്സ് ഗുഡ്. എടാ തേപ്പ് വരെ മരിച്ചു പോയിട്ടാ. ആര്? നമ്മുടെ പച്ചയോ? ഇന്നലെ തട്ടിപ്പോയി.